KTVC ഡോക്ടർ കെ ശിവപ്രസാദ് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. സർക്കാർ നിസ്സഹകരണം കാരണം ബജറ്റ് പാസ്സാക്കാൻ കഴിയുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. സർവകലാശാലയിലെ ഭരണസ്തംഭനം ഒഴിവാക്കണം, അതിനുവേണ്ടി ഇടപെടണം എന്നാണ് അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെടുന്നത്. സർക്കാർ പ്രതിനിധികൾ എത്താത്തതിനാൽ കോറം ചെയ്യാതെ സർവകലാശാല എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ കഴിയുന്നില്ല എന്നും VC ചൂണ്ടിക്കാണിക്കുന്നു. ബിനിലാണ് വിവരങ്ങളുമായി. ബിനിൽ, ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതികളുടെ പരിഗണനയ്ക്ക് എത്തുന്നതും കോടതിയുടെ ഇടപെടലുമൊക്കെ കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ കാണുകയാണ്. ഇപ്പോൾ VC ഏത് നിലയിലാണ് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്? കോടതി എപ്പോൾ പരിഗണിക്കും? രതീഷ്, KTU ടെക്നിക്കൽ സർവകലാശാലകളിലെ പ്രതിസന്ധി നമുക്കറിയാം. അവിടെ സർക്കാരും താൽക്കാലിക VC-മാരും തമ്മിൽ വലിയ പോരാണ്. ഇത് യഥാർത്ഥത്തിൽ ചാൻസലർ സർക്കാർ പോരാട്ടമാണ്. അതിന്റെ ഭാഗമാകുകയാണ് ഈ രണ്ട് സർവകലാശാലകളും. അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ KTU VC കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരാത്തതുകൊണ്ട് ബജറ്റ് പാസ്സാക്കാൻ കഴിയുന്നില്ല. ബജറ്റ് പാസ്സാക്കാൻ കഴിയാത്തത് കൊണ്ട് ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ അടക്കം എല്ലാം പ്രതിസന്ധിയിലേക്ക് പോകുന്നുവെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സാങ്കേതിക സർവകലാശാലയാണ്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനെറ്റ് പോലും വിച്ഛേദിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അതിൽ പണമടയ്ക്കാൻ കഴിയാത്ത രീതിയിൽ. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ആ സർവകലാശാല പോകുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് VC ശിവപ്രസാദ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെടുകയാണ്. സർക്കാർ പ്രതിനിധികൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലേക്ക് വിളിച്ചാൽ വരുന്നില്ല, അവർ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകണം എന്നതാണ് ആവശ്യം. ഇതിൽ 2 MLA-മാരുണ്ട്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും ധനകാര്യ വകുപ്പിന്റെയും സെക്രട്ടറിമാരുണ്ട്, ടെക്നിക്കൽ ഡയറക്ടറുണ്ട്. ഇവരാണ് സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ളത്. അവർ കൃത്യമായും ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ VC കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ശരി, ബിനിലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.